the taste of your mind. Kiwi ice cream. Chill the fun. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ 13 വയസ്സുള്ള കുട്ടിയോട് വർഗീയ വിഷം തുപ്പുന്നവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി എടുത്തു ചാടട എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരാളുടെ കഴുത്ത് പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തൊപ്പിയെടുത്ത് മാറ്റി എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ ഇത് മുസ്ലിങ്ങളുടെ രാജ്യമല്ല, ഇത് ഹിന്ദുക്കളുടെ രാജ്യമാണ്, മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകേണ്ടതാണ്. നിങ്ങൾ അടുക്കള പോകുന്ന എന്നൊരു തൊപ്പി വെക്കുന്നതല്ലേ ചോദിച്ചു. തൊപ്പിയിലെ വെച്ച് ചാടി നിൻ്റെ ഉപ്പാൻ്റെ തറവാടായി ഈ നാട് അങ്ങനെ എന്തെല്ലോ ചോദിച്ച്. കാസർഗോഡിൻ്റെ നന്മയുള്ള ഒരു മുഖത്തിന് കളങ്കം ചാർത്തുന്ന ഇത്തരം വർഗീയ വിഷവിത്തുകളെ അടക്കി വെക്കേണ്ടത് നിയമപാലകർ തന്നെയാണ്. ഞാനിപ്പോഴുള്ളത് കാസർഗോഡ് കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും 2 മദ്രസ വിദ്യാർത്ഥികളുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്രസ വിട്ടിട്ട് മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒരു കാറ് വന്ന് ഇവരുടെ മുൻപിൽ നിർത്തുകയും ആ കാറിലുള്ള ആളുകൾ ഇവരെ ബലമായി പിടിച്ച് കാറിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയും എന്നാൽ അതിനെ എതിർത്ത ഈ മദ്രസ വിദ്യാർത്ഥികളോട് വർഗീയ വിദ്വേഷം ചൊരിയുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പി എടുത്തു ചാടട എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരാളുടെ കഴുത്ത് പിടിക്കുകയും ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഘപരിവാർ പ്രവർത്തകരാണ് അവരെല്ലാം. ഇതിനെ എതിർത്ത വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്താൻ വരികയും ചെയ്തു. ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസമാണ് കാസർഗോഡ് കുമ്പളയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത്. നമ്മോടൊപ്പം ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു തരാൻ ആക്രമണത്തിനിരയായ ഒരു വിദ്യാർത്ഥിയായ മുനാസിറുണ്ട്. എന്താണ് മുനാസിർ സംഭവിച്ചത്? നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്നുണ്ടായി. അപ്പോഴേക്ക് കാറ് വന്നിട്ട് നിപ്പിച്ചിട്ട് നിങ്ങൾ കാറിലേക്ക് കയറാം, ഞങ്ങൾ കയറാനാണ്. അപ്പോഴേക്ക് കാറിന് കഴിഞ്ഞിട്ട് വന്നിട്ട് ചാങ്ക് കുടിച്ചിട്ട് നിങ്ങൾ അടുക്കള പോകുന്ന എന്നൊരു തൊപ്പി വെക്കുന്നതല്ലേ ചോദിച്ചു. തൊപ്പിയിലെ വെച്ച് ചാടി നിൻ്റെ ഉപ്പാൻ്റെ തറവാടായി ഈ നാട് അങ്ങനെ എന്തെല്ലോ ചോദിച്ച്. പിന്നെ തൊപ്പിനെ വലിച്ച് ചാടി ഓന് കത്തിയെല്ലാം എടുത്തോണ്ട് കത്തി എടുക്കുക. ഇതിന് മുമ്പ് ഈ പറയുന്ന ആളുകളെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ RSSകാരാണോ? ഓറ് RSSൻ്റെ ആൾക്കാർ തന്നെയാന്ന് തോന്നുന്നത്. പിന്നെ ഓനിൻ്റെ അടുക്ക് ജയിലുണ്ടായത് ഇപ്പം ഇറങ്ങിയത്. ഈ വാഹനത്തിനകത്ത് എത്ര ആളുണ്ടായിരുന്നു? ഓറ് 2 ആളെ ഫേസ് നേരെ കണ്ടിന്, 4 ആൾക്കാർ എന്തോ ഉണ്ടാഞ്ഞ്. ഒന്ന് കിരൺ എന്ന് പേരുള്ളത്, പിന്നെ ഒരാൾ അയാളെ പേരറിയില്ല, കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആളാണ്. പോലീസുകാരോട് ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിനെ. ഞാൻ കത്തി എടുത്തിട്ട് കുത്താൻ വന്ന അതെല്ലാം ഞാൻ പറഞ്ഞിനെ പോലീസുകാരനോട്. പിന്നെ തൊപ്പി വലിച്ച് ചാടി ഓന് ഫുള്ള് മർദ്ദിച്ച് എന്നെ കത്തി കുത്താൻ വന്നപ്പോൾ ഞാൻ. എത്രയാണ് വയസ്സ്? എത്രയാണ്? എനിക്ക് 17 വയസ്സ്. 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഈ പറയുന്നത്. വർഗീയ വിഷം തലയിൽ കയറിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്വഭാവ രീതി കാസർഗോഡിൻ്റെ മണ്ണിൽ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. 17 വയസ്സുള്ള കുട്ടിയെയാണ് പേരും മതവും ചോദിച്ച് തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയെടുത്തു മാറ്റട എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത്. ഇത് ഏത് രീതിയിലുള്ള രോഗമാണ്? ഇതിനെ എതിർക്കേണ്ടത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരും അധികൃതരും തന്നെയാണ്. വ്യക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ കാസർഗോഡിൻ്റെ മണ്ണിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മറ്റൊരു വിദ്യാർത്ഥിയിലേക്ക് പോകാം. ഇവിടെ 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കണ്ടത്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഈ 13 വയസ്സുള്ള കുട്ടിയോട് വർഗീയ വിഷം തുപ്പുന്നവരെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? ഇതാണ് ഈ ഗൗരവമായി നമ്മൾ ചിന്തിക്കപ്പെടേണ്ടത്. 13 വയസ്സുള്ള ഒരു കുട്ടി. എന്താണ് മോനെ നിൻ്റെ പേര്? ഹസൻ. എന്ത് പറഞ്ഞിട്ടാണ് നിന്നെ ആക്രമിച്ചത്? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്
നേരം നടക്കുമ്പോൾ അയാൾ കീണിട്ട് തൊപ്പി എടുത്ത് ചാടി പിന്നെ ഇത് ഹിന്ദുക്കളെ രാജ്യം നിങ്ങൾക്ക് നിൽക്കാൻ കാര്യം അങ്ങനെ ചൊല്ലിയിട്ട് ഒരു ഇരുമ്പിൻ്റെ വടി എന്ത് വടിയെന്ന് അറിയില്ല രാത്രി അവിടെ കണിക്കുന്ന നേരം തയ്ച്ചിട്ട് താഴെക്കിട്ട് ഡ്രസ്സെല്ലാം ഫുള്ള് കീറി എന്നിട്ട് കത്തി എടുത്തിട്ട് വരുമ്പോഴേക്ക് ഓരോ മറ്റൊരു കത്തി എടുത്തിട്ട് വന്നു എൻ്റെ കുത്തുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഈ ആളുകളെ നീ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാനവിടെ പഠിക്കാൻ ആദ്യമായിട്ട് പോയി. അവിടെ നിന്ന് പഠിക്കാണ് മദ്രസയിൽ അല്ലേ? തൊപ്പിയെടുത്ത് ചാടടാ അങ്ങനെ ക്രൂരമായ ഭാഷകളെല്ലാം ഉപയോഗിച്ചു. പോലീസുകാരൻ നിന്റെ മൊഴിയെടുക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയായിട്ട് പോലീസ് മൊഴി എടുത്തിട്ടില്ല. പോലീസ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഉറങ്ങുമ്പോൾ അവരെ വിളിക്കാൻ പറ്റാൻ പോലീസ് പറഞ്ഞു അവനെ വിളിക്കണ്ട. ഓക്കെ, ഇവിടെ RSSകാർ സംഘപരിവാരുകാർ അവരുടെ വർഗീയ വിഷം തുപ്പുമ്പോൾ പോലും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം ഈ 13 വയസ്സുകാരനായ കുട്ടിയുടെ മൊഴിയെടുക്കാൻ ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അറിയാൻ വേണ്ടി സാധിച്ചത് ഇവരെ ആക്രമിച്ച, ഇവരെ ക്രൂരമായി ഉപദ്രവിച്ച പ്രതികൾ, സംഘപരിവാറിൻ്റെ പ്രതികളെ പോലീസ് അപ്പോൾ തന്നെ വിട്ടയച്ചു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരവും ലഭ്യമാകുന്നുണ്ട്. മറിച്ച് ഇത് 153A പ്രകാരം കേസെടുക്കേണ്ട ഒരു വിഷയമാണ്. അതായത് വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുകയും നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇവർക്കെതിരെ എടുക്കേണ്ട നടപടി 153A വകുപ്പ് പ്രകാരമാണ്. പക്ഷേ പോലീസ് യാതൊരു തരത്തിലുള്ള നടപടിയും ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. മാത്രമല്ല, അടിപിടിയുടെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നുള്ളത്. ഇത് ഗുരുതരമായ ഒരവസ്ഥയാണ്. സർക്കാരും ഇവിടെയുള്ള പോലീസ് മേധാവികളും തിരിച്ചറിയപ്പെടേണ്ട വസ്തുതാപരമായ സത്യമാണ് ഈ രണ്ടുപേരും. കാസർഗോഡിൻ്റെ നന്മയുള്ള ഒരു മുഖത്തിന് കളങ്കം ചാർത്തുന്ന ഇത്തരം വർഗീയ വിഷവിത്തുകളെ അടക്കി വെക്കേണ്ടത് നിയമപാലകർ തന്നെയാണ്. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള.